بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد സൂറത്ത് ഫാത്തിർ 15 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും നമ്മൾ അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. യാ അയ്യുഹന്നാസു, ഇവിടെ യാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് ആണ്. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. യാ അയ്യുഹന്നാസു, നൂൻ മുഷദ്ദദ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കേണ്ടതാണ്. അൻതുമുൽ ഫുഖറാഉ, അൻതും സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ചോതേണ്ടതാണ്. അൽ ഫുഖറാഉ, ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. ദീർഘത്തിലും റാഇൻ്റെ തഫ്ഖീം അലിഫിനും ഉണ്ടായിരിക്കണം, നിലനിർത്തണം എന്നത് ശ്രദ്ധിക്കുക. റാഉം അലിഫും തഫ്ഖീമോട് കൂടിയാണ് ഉച്ചരിക്കേണ്ടത്, തടിപ്പിച്ചുകൊണ്ട്. അൽ ഫുഖറാഉ ഇലല്ലാഹ്, ഹംസകൾ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഉ ഇ എന്ന ഈ ഹംസകൾ രണ്ടും തന്നെ. ഇലല്ലാഹ് ഇസ്മുൽ ജലാല, അള്ളാഹ് എന്ന നാമം, ഇതിലുള്ള ലാമിനെയും അലിഫിനെയും വീണ്ടും അല്ലാഹു ഹുവൽ ഗനിയു അവിടെയും വരുന്നു, തഫ്ഖീം ചെയ്തുകൊണ്ട് തടിപ്പിച്ച് ഓതേണ്ടതാണ്. വല്ലാഹു ഹുവൽ ഗനിയു, അൽ ഗനിയു ഗൈന് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. അൽ ഹമീദ്, ദാലിൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക, വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ ഉച്ചരിക്കുക. ഈയശ യുദ്ഹിബുക്കും, ഈയശ സക്കിനാനൂൻ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. യുദ്ഹിബുക്കും, യുദ്ഹിബുക്കും, അവിടെ ദാലിന് ഖൽഖല വരാതെ സൂക്ഷിക്കുക. ബായിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ വ്യക്തമാക്കുക. പദത്തിൻ്റെ അന്ത്യത്തിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. വാവിന് മുമ്പിൽ സൂക്ഷ്മത വേണം. യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ്, ഈ വചനത്തിൽ യശ യഅതി ഇവിടെയൊക്കെ വന്ന ഹംസകൾ വ്യക്തമാക്കി ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ ഷിദ്ദത്തും ഹംസും നിലനിർത്തി, ഷിദ്ദത്ത് ഹംസല്ല ഉദ്ദേശിച്ചത്, ഷിദ്ദത്ത് നിലനിർത്തിക്കൊണ്ട് വ്യക്തമാക്കി ഉച്ചരിക്കണം എന്നർത്ഥം. വയഅതി ബിഖൽഖിൻ, ഖൽഖ് ഖാഇന് പൂർണ്ണമായ തഫ്ഖീമാണ്, ഖാഫിന് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം കസ്റായതുകൊണ്ട് ബിഖൽഖിൻ ജദീദ്, തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചോതുക. ജദീദ് എന്ന് ദാലിൽ ഖൽഖല കുബ്ര നൽകേണ്ടതാണ്. വമാ ദാലിക അലല്ലാഹി, വമാ ദാലിക അലല്ലാഹി, അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല ലാമിനെയും അലിഫിനെയും തടിപ്പിച്ച് തഫ്ഖീം ചെയ്യുക. ബിഅസീസ്, ബിഅസീസ് റിഖ്വായ സായിൻ്റെ ഉച്ചാരണം ശ്രദ്ധിച്ച് ബിഅസീസ് എന്ന് ഓതുക. സഫീർ എന്ന സിഫത്തുള്ള അക്ഷരമാണ്, ശ്രദ്ധിച്ചുകൊണ്ട് സാ ഉച്ചരിക്കുക. ആയിന് പ്രകാരം തന്നെ. ഈ വചനത്തിൽ അള്ളാഹ് എന്ന ഇസ്മുൽ ജലാലയിൽ മാത്രമേ തഫ്ഖീമുള്ളൂ, മറ്റ് അക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. വമാ ദാലിക അലല്ലാഹി ബിഅസീസ് ولا تزر وازرة وزر أخرى, ولا تزر റായിന് തഫ്ഖീമാണ്. വീണ്ടും വാസിറത്തുൻ, അവിടെയും റാ
തൻവീൻ ഇദ്ഗാം ബിഗുന്ന ചെയ്തുകൊണ്ട് വസിറത്തുൻ വിസ്റ വിസ്റ ഉഖ്റ. വീണ്ടും റാ ഉണ്ട്. ഉഖ്റ ഖാ റാ റാഇൻ്റെ അലിഫ് ഇതൊക്കെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. തടിപ്പിച്ച് ഓതുക. വഇൻ തദ്ഉ അവിടെ സാക്കിനാനൂൻ ഇഖ്ഫാ ചെയ്ത് മറച്ചു മണിച്ചു ഓതേണ്ടതാണ്. ദാലിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. وإن تدع مثقلة إلى حملها مثقلة ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം. തൻവീനിന് ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. مثقلة إلى حملها സാക്കിന മീം ഇൽഹാർ ഷഫവി حملها لا يحمل منه شيء മിൻഹു സാക്കിനാനൂൻ ഇൽഹാർ ഹൽഖിയാണ്. ഷൈഉൻ വലൗ കാന തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിൽ ലയിപ്പിച്ച് മണിക്കണം. വലൗ ഷൈഉൻ വലൗ കാന ദാ ഖുർബ ഖുർബ ഖാഫിനും റാഇനും തഫ്ഖീം. ഖുർബ അലിഫിൽ വഖഫ് ചെയ്യുക. ചേർത്തോതുകയാണെങ്കിൽ മാത്രം മദ് മുൻഫസിൽ ജായിസ് നൽകി 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇന്നമ എന്ന് ചേർത്തോതാവുന്നതാണ്, എന്നാൽ വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇന്നമ നൂൻ മുഷദ്ദദ മണിക്കണം, ഷദ്ദ നൽകപ്പെട്ട നൂൻ. തുൻദിറു സാക്കിന നൂൻ ഇഖ്ഫാ ചെയ്ത് മറച്ച് മണിച്ചോതുക. ഇഖ്ഫാ ഹഖീഖി റാഇന് തഫ്ഖീമുണ്ട്. تنذر الذين يخشون ربهم يخشون خائن تفخيم റബ്ബഹും റായിന് തഫ്ഖീം കൊടുക്കുക. സാക്കിന മീമിന് ഇഖ്ഫ ഷഫവി നൽകി ബായിന് മുമ്പിൽ മറച്ചു മണിച്ച് ഓതേണ്ടതാണ്. റബ്ബഹും ബിൽ ഗൈബി ഗൈനിന് പൂർണ്ണമായ തഫ്ഖീമാണ്. വഅഖാമുസ്സലാഹ് അഖാമു ഖാഫിനും അലിഫിനും തഫ്ഖീം. അസ്സലാ സ്വാദിന് തഫ്ഖീം, മറ്റക്ഷരങ്ങൾക്കൊക്കെ തർഖീഖ്. വഅഖാമുസ്സലാഹ് സ്വലാത്ത എന്ന തായിൽ വഖഫ് ചെയ്യുമ്പോൾ സാക്കിനായ ഹ ആക്കി നിർത്തുക. സ്വലാഹ്. വമൻ തസക്ക സാക്കിന നൂൻ ഇഖ്ഫാ ചെയ്ത് മറച്ച് മണിച്ചോതുക. ഫഇന്നമാ നൂൻ മുഷദ്ദദ ഷദ്ദ നൽകപ്പെട്ട നൂനാണ്, മണിക്കണം. فإنما يتزكى لنفسه يتزكى لنفسه لنفسه ഹായിൽ സുക്കൂൻ നൽകി നിർത്തുക. ചേർത്ത് ഓതുകയാണെങ്കിൽ മദ്ദുസ്സില സുഗ്റ നൽകി ലിനഫ്സിഹി വ ഇല ലിനഫ്സിഹി എന്ന് ഒരു യാ നൽകാവുന്നതാണ്. 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘം നൽകുക. വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ നൽകി ലിനഫ്സിഹ് എന്നും. വഇലല്ലാഹിൽ മസീർ അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിൽ തഫ്ഖീമാണ്. പൂർണ്ണമായ അല്ലാഹ് എന്ന ലാമിനും അലിഫിനും തടിപ്പിച്ചുകൊണ്ടുള്ള ശബ്ദം നൽകുക. സ്വാദിന് കുറഞ്ഞ തഫ്ഖീം കസ്റ അതുകൊണ്ട് റായിന് തർഖീഖ് നൽകി അൽ മസീർ എന്ന് ഓതേണ്ടതാണ്. بارك الله فيكم. أعوذ بالله من الشيطان الرجيم. يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. إن يشأ يذهبكم ويأت بخلق جديد وما ذلك على الله بعزيز. ولا تزر وازرة وزر أخرى
وإن تدع مثقلة إلى حملها لا يحمل منه شيء ولو كان ذا قربى إنما تنذر الذين يخشون ربهم بالغيب وأقاموا الصلاة ومن تزكى فإنما يتزكى لنفسه وإلى الله المصير.